ഏയ്, നീ അറിഞ്ഞായിരുന്നോ? നമ്മുടെ നേതാവ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ ഗോങ്കുവിനെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. അവർ നല്ല കാര്യമാ ചെയ്തത്. ഞാനായിരുന്നു നേതാവെങ്കിൽ ഗോങ്കുവിനെ കാട്ടിൽ നിന്ന് പണ്ടേ തന്നെ പുറത്താക്കിയനെ. അവനെ കുരങ്ങനാവാനേ യോഗ്യതയില്ല. അതറിയോ നിനക്ക്? കഴിഞ്ഞ ദിവസം ഞാൻ അവനുമായി ഒന്ന് തർക്കിച്ചു. ഈ നാട്ടിലെ ആളുകൾ നമ്മൾ കുരങ്ങന്മാർക്ക് വേണ്ടിയാണ് തെങ്ങുകളും വാഴകളും ഒക്കെ വെക്കുന്നത്. പക്ഷെ അവൻ അത് സമ്മതിച്ചില്ല. അവൻ പറയുന്നത് കുരങ്ങന്മാർ മനുഷ്യരുടെ പറമ്പിലെത്തി അവരെ ഉപദ്രവിക്കുന്നുവെന്നാണ്. അവൻ എന്ത് ധിക്കാരിയാണ്! നമ്മുടെ കൂട്ടത്തിനെതിരെയാണ് അവൻ സംസാരിച്ചത്. ശരിക്കും നമ്മുടെ നേതാക്കൾ എടുത്തത് ശരിയായ തീരുമാനം തന്നെയാണ്. പെട്ടെന്ന് അവിടേക്ക് ഗോങ്കു എത്തി. എന്തുണ്ട് കൂട്ടുകാരെ, രണ്ടുപേരും എന്നെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഒന്നുമില്ല ഗോങ്കു, നിന്നെ ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. ഞങ്ങളെയൊക്കെ വിട്ട് നിനക്കിനി ദൂരേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന കാര്യം ഓർത്തിട്ടാ. ഇനി നീ എങ്ങനെ ജീവിക്കും? ഈ കരച്ചിൽ നാടകമൊന്നും നിർത്താമോ കൂട്ടുകാരെ? എനിക്ക് ആരുടെയും സഹതാപം വേണ്ട. നിങ്ങളുടെ നേതാക്കൾ എന്നെ പുറത്താക്കുവാനും പോകുന്നില്ല. ഞാൻ പോകുന്നു. ഗോങ്കു നേരെ പുറത്തേക്ക് പോകുന്നു. ഗോങ്കു ചിന്തിക്കുകയാണ്. എന്റെ ചിന്തകളൊക്കെ വ്യത്യസ്തമാണ്. ഞാനൊരു കുരങ്ങനായി ഇവിടെ ജനിച്ചു പോയതാണ്. കുരങ്ങനായി ജനിച്ചതുകൊണ്ട് തന്നെ കുരങ്ങനായി തന്നെ ജീവിക്കണം. ഞാനൊരു കുരങ്ങനെ പോലെ പെരുമാറിയില്ലെങ്കിൽ എൻ്റെ ഭാഗത്താണ് തെറ്റ്. തനിച്ചാവുന്നതാണ് നല്ലത്. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. പോകുന്ന വഴിക്ക് രണ്ട് കുറുക്കന്മാർ വഴക്കിടുന്നത് ഗോങ്കു കാണും. ഏയ്, മന്ത്രിയാകാൻ നിനക്കൊരു യോഗ്യതയുമില്ല. എങ്ങനെയെങ്കിലും ഞാൻ മന്ത്രിയാകും. നീയാണോ അതൊക്കെ തീരുമാനിക്കുന്നത്? രാജാവാണ് മന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ ബുദ്ധിമാനും സൂത്രശാലിയുമാണ്. അതുകൊണ്ട് ഞാനാകും അടുത്ത മന്ത്രി. ഏയ്, എന്താണിവിടെ? ഇക്കാര്യം പറഞ്ഞ് നിങ്ങളെന്തിനാ വഴക്കിടുന്നത്? നമ്മുടെ മന്ത്രിക്ക് എന്താ പറ്റിയത്? നിങ്ങൾക്ക് എങ്ങനെ മന്ത്രിയാകാൻ കഴിയും? ഞങ്ങൾ രണ്ടുപേരുമേ മന്ത്രിയുടെ മക്കളാ. ഞങ്ങളുടെ അച്ഛൻ ഇന്നലെ മരിച്ചു. അതുകൊണ്ട് അടുത്ത മന്ത്രി ആരായിരിക്കുമെന്ന് തീരുമാനിക്കാനാ ഞങ്ങൾ തർക്കിക്കുന്നത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇങ്ങനെ തമ്മിലടിക്കുന്നവർ മന്ത്രിമാരായാൽ കാടിന്റെ ഗതി എന്താകും? രാജാവിന്റെ ജോലിയാണ് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുക എന്നത്. രണ്ടുപേരും രാജാവ് പറയുന്നത് കേൾക്ക്. രാജാവിനോടൊന്നും ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാനേ കഴിയില്ല. അദ്ദേഹവും ഇന്നലെ മരിച്ചു. അയ്യോ, ഞാനത് അറിഞ്ഞില്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഇന്നലെ നമ്മുടെ രാജാവും മന്ത്രിമാരും ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയപ്പോൾ അടുത്ത കാട്ടിലെ ശത്രുക്കളെത്തി അവരെ ആക്രമിച്ചു. അങ്ങനെ ആ യുദ്ധത്തിൽ അവർ രണ്ടുപേരും മരിച്ചു. കാട്ടിലുള്ളവർ ആരും തന്നെ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല താനും. എങ്കിൽ കാട്ടിലെ കോർ കമ്മിറ്റിയിൽ ഇക്കാര്യം അവതരിപ്പിക്കൂ. അവർ തന്നെ ഒരു തീരുമാനമെടുക്കട്ടെ. നീ ഏത് രാജ്യത്ത് നിന്നാ വരുന്നത് കുരങ്ങ? ഈ കാട്ടിൽ ഏത് കോർ കമ്മിറ്റിയാ ഉള്ളത്? ഇവിടെ രാജാവിന്റെയും മന്ത്രിമാരുടെയും മക്കളാ അടുത്ത അധികാരികളാകുന്നത്. അതിനാ ഞങ്ങൾ മത്സരിക്കുന്നത്. ഓ, മനസ്സിലായി. അതാണ് ഇവിടെ വളർച്ചയും സമൃദ്ധിയും ഉണ്ടാകാത്തത്. മന്ത്രിസഭ കുടുംബത്തിന്റെ പാരമ്പര്യമായി കാണുന്നു. പറയൂ, നമ്മുടെ കാട് ഇനി എന്നാണ് രക്ഷപ്പെടുക? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഗോങ്കു അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അവിടെ മരത്തിൽ ഒരു പക്ഷി എന്തോ ചിന്തിച്ചിരിക്കുന്നത് ഗോങ്കു കാണുന്നു. ഹേയ് പക്ഷി, നീ എന്താ അവിടെ ഇരിക്കുന്നത്? നിന്റെ ചങ്ങാതിമാരെല്ലാം നേരത്തെ ഉണർന്ന് ഭക്ഷണത്തിനായി പോയോ? നിനക്ക് എന്തു പറ്റി? ഓ, ഗോങ്കു ചേട്ടാ, നിങ്ങളായിരുന്നോ? ഞാൻ വളരെ വലിയ വിഷമത്തിലാ. അതുകൊണ്ടാണിങ്ങനെ. ഞാൻ ഈ കാട്ടിലെ രാജാവിന്റെ പരിചാരികയായിരുന്നു. ഇന്നലെ രാജാവ് മരിച്ചതോടെ ഞാൻ അനാഥയായി. അയ്യയ്യോ, അതാണോ കാര്യം? എല്ലാവരും രാജാവിനെ കുറിച്ച് നല്ലത് മാത്രമാണല്ലോ പറയുന്നത്. അവരുടെ മക്കൾ ഈ കാട് ഭരിച്ചാൽ നന്നായിരിക്കും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. രാജാവിന് 3 മക്കളാണ്. നിംബ, ഗിംബ, പിന്നെ റിംബ. രാജാവിന്റെ മക്കളാണെങ്കിൽ കൂടി അതിന്റെ ഒരു ഗുണവും 3 ആൾക്കുമില്ല. എന്ത് പറ്റി? അവർ ചെറിയ കുട്ടികളാണോ? സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ല, അതൊന്നുമല്ല. അവർ മുതിർന്നവരാ. നമ്മുടെ രാജാവിന്റെ പകുതി ഗുണം പോലും ഈ മക്കൾക്ക് കിട്ടിയിട്ടില്ല. രാജാവ് മരിച്ച ദിവസം മുതൽ അധികാരത്തിന് വേണ്ടി തമ്മിലടിക്കുന്നു. ഞങ്ങൾ എല്ലാവരും രാജാവ് മരിച്ചതിൽ വിഷമിക്കുമ്പോൾ അവർ അച്ഛൻ മരിച്ചെന്ന് മറന്നുപോയിരിക്കുന്നു. അവർ അധികാരം പിടിച്ചെടുത്താൽ ഈ കാട് മുടിയും. അയ്യോ, നമ്മുടെ കാടിന് കഷ്ടകാലമാണല്ലോ വരുന്നത്. എന്തു ചെയ്യും? അവർ രാജാവാകാൻ പാടില്ല. നമുക്കൊന്നിച്ച് കാട് കാക്കാം. അങ്ങനെയല്ല, കാടിന്റെ നിയമം അനുസരിച്ച് അവരാണ് രാജാവാകേണ്ടത്. അവർ അധികാരം ഏറ്റെടുത്തില്ലെങ്കിൽ മാത്രം അവരുടെ സമ്മതത്തോടെ മറ്റൊരാൾക്ക് ഏറ്റെടുക്കാം. ഇത് നമുക്ക് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാം. എന്തെങ്കിലും വഴിയുണ്ടാക്കാം. കാടിന്റെ ഹൃദയഭാഗത്തെ സിംഹത്തിന്റെ ഗുഹയ്ക്കരികിൽ 3 സിംഹക്കുട്ടികളും തമ്മിലടിക്കുകയാണ്. അധികം തർക്കിക്കേണ്ട കാര്യമില്ല. ഞാനാ മൂത്തത്. അതുകൊണ്ട് ഞാനാണ് കാട്ടിലെ രാജാവ്. ഞാൻ മരിച്ചാൽ നിങ്ങളിൽ ഒരാൾക്കാകാം. കാടിന്റെ നിയമത്തിൽ ചെറുതോ വലുതോ ഇല്ല. കഴിവാണ് മുഖ്യം. ഞാൻ ഇളയവനാണ്. എൻ്റെ വളർച്ച നിങ്ങളെല്ലാം കണ്ടതല്ലേ. ഞാൻ വളരെ കഴിവുള്ളവനാണ്. പിന്നെ ഞാൻ നിങ്ങളെക്കാൾ അത്ര ചെറുതുമല്ല.
മൂത്തയാളും ഇളയാളും തർക്കിച്ചുകൊണ്ടിരുന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. അധികാരം എനിക്ക് തരൂ. മൂത്തയാൾക്കുമില്ല, ഇളയവനുമില്ല. നടുവിലുള്ള എനിക്കാണ് യോഗ്യത. എല്ലാ തലവേദനയും മാറിക്കൊള്ളും. പക്ഷി മരത്തിലിരുന്ന് ഇവരുടെ തർക്കം കാണുകയായിരുന്നു. ഇതാണ് ശരിയായ സമയമെന്ന് പക്ഷിക്ക് തോന്നി. നമസ്കാരം രാജകുമാരന്മാരെ, നിങ്ങൾക്കായി ഞാനൊരു വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട്. പരിചാരക പക്ഷി, നീയോ? പറയൂ, എന്താണ് വാർത്ത? വളരെ വലിയൊരു മനുഷ്യൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാളുടെ പേര് ഗോങ്കു എന്നാണ്. ഗോങ്കു പെട്ടെന്ന് അവിടേക്ക് കടന്നു വരുന്നു. സിംഹങ്ങൾ ഗോങ്കുവിനെ നോക്കുന്നു. ഇയാളാണോ നീ പറഞ്ഞ വലിയ മനുഷ്യൻ? ഇതൊരു കുരങ്ങനല്ലേ? ഒരു പ്രജയെ ബഹുമാനിക്കാൻ പോലും ഇവർക്കറിയില്ല. പിന്നെങ്ങനെ ഇവർ ഈ കാട് ഭരിക്കും? ഇവർക്ക് നല്ല ശിക്ഷ കൊടുക്കേണ്ടതുണ്ട്. രാജകുമാര, ദയവായി അങ്ങനെ ചിന്തിക്കരുത്. ഇതൊരു സാധാരണ കുരങ്ങനല്ല. ഇയാൾ അയൽ രാജ്യത്ത് നിന്ന് വരികയാണ്. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അദ്ദേഹം ആ കാട്ടിലെ പ്രസിഡന്റാണ്. എന്ത്? കാട്ടിൽ പ്രസിഡന്റ് ഉണ്ടോ? നമ്മുടെ കാട്ടിൽ എന്താണ് പിന്നെ പ്രസിഡന്റ് ഇല്ലാത്തത്? ഈ പ്രസിഡന്റ് എന്തൊക്കെയാ ചെയ്യുന്നത്? കാട്ടിൽ എന്തെങ്കിലും അരാജകത്വം വന്നാൽ പ്രസിഡന്റ് ഭരണം ഏറ്റെടുക്കും. വേണ്ടി വന്നാൽ അവർ അതിനായി പട്ടാളത്തെയും ഉപയോഗിക്കും. ഇതാണ് നാട്ടുനടപ്പ്. ഓ, അതങ്ങനെയാണോ? ഇത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. കാടിന്റെ വരും രാജാവെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 3 പേരും രാജാവാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് സംഭവിക്കുക? ഞങ്ങളെ ആരാണ് തടയുക? നിങ്ങളുടെ കാട്ടിലെ പട്ടാളം നിങ്ങളെ ആക്രമിക്കും. എല്ലാ കാട്ടിലും പുള്ളിപ്പുലികളുടെ ഒരു പട്ടാളമുണ്ട്. നിങ്ങൾക്കത് അറിയില്ലേ? അയ്യോ, ഞങ്ങൾക്കത് അറിയില്ല. ഞങ്ങൾ കരുതി ഞങ്ങൾ രാജാവായാൽ എല്ലാം കഴിഞ്ഞുവെന്ന്. നമുക്ക് പട്ടാളവുമുണ്ടോ? ഉണ്ടല്ലോ, വലിയ പട്ടാളം. നോക്കൂ, എന്നെ ഈ മാലയിട്ട് ആദരിച്ചത് തന്നെ നിങ്ങളുടെ സൈനിക ശക്തിയാണ്. ഞാൻ അയൽ വനത്തിന്റെ പ്രസിഡന്റ് ആയതിനാൽ ഈ വനത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കാതിരിക്കാനാണ് അവർ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതും. മനസ്സിലായോ? അയ്യോ, എനിക്ക് തല കറങ്ങുന്നേ. അവർ നമ്മളെ കൊല്ലുമോ? നമുക്ക് അവരെ ആദ്യം കണ്ടെത്തി കൊല്ലാം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. 10,000 പുള്ളിപ്പുലികളും 20,000 ചെന്നായ്ക്കളും ഈ കാട്ടുപുള്ളിപ്പുലിയുടെ സൈനിക സേനയിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ രാജാവാണെങ്കിൽ അവരെല്ലാം എന്റെ ദാസന്മാരാണല്ലോ. ഞാൻ പറഞ്ഞതുപോലെ അവർ കേൾക്കണം. നമുക്കൊരു പ്രസിഡന്റ് പോലുമില്ല. അതുകൊണ്ട് ഞാനാണ് രാജാവ്. പ്രസിഡന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വരുമായിരുന്നു. ഇപ്പോൾ പുള്ളിപ്പുലി പട്ടാളം നിങ്ങളെ കൊല്ലുവാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. സൂക്ഷിക്കണം. ഞാൻ പോകുന്നു. ഓ, നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണോ? നിങ്ങൾ ആ കാട്ടിലെ വലിയ പ്രസിഡന്റ് അല്ലേ? എന്തെങ്കിലും വഴി പറഞ്ഞു തരൂ പ്ലീസ്. ശരി ശരി, ഇതിനായി നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ തന്നെ കേൾക്കണം, അല്ലെങ്കിൽ വളരെ അപകടമാണ്. ശരി, നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കാം. പക്ഷേ രാജാവ് ഞാനാകും. ഇല്ലില്ല, ഞാനാണ് രാജാവ്. അതെങ്ങനെ ശരിയാവും? ഞാനാണ് രാജാവ്. ആദ്യം നിങ്ങൾ ഈ തർക്കമൊന്ന് നിർത്ത്, അല്ലെങ്കിൽ ഞാൻ ഈ കാട്ടിൽ നിന്ന് പോകും. ഇല്ലില്ല, ഞങ്ങൾ വഴക്കിടില്ല. നിങ്ങൾ ദയവായി ഞങ്ങളെ സഹായിക്കണം. ഹേയ് പക്ഷി, ചുറ്റും നോക്കൂ. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗോങ്കു സർ. പുള്ളിപ്പുലി പട്ടാളം 4 ഭാഗത്തു നിന്നും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടിക്കണ്ട, ഞാനിവിടെ ഇല്ലേ. ആദ്യം കാട്ടിലെ മന്ത്രിയായി ആ പക്ഷി ചുമതല ഏൽക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമല്ലേ? നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ പക്ഷിയാണ് ഞങ്ങളുടെ മന്ത്രി. നമുക്ക് ഈ കാടിനെ 3 ഭാഗങ്ങളായി തിരിക്കാം. ഓരോ ഭാഗത്തും ഓരോ രാജാവ്. തർക്കം വേണ്ട. അതൊരു നല്ല ഐഡിയ ആണ്. സമ്മതം. നിങ്ങൾ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മന്ത്രിയിൽ നിന്ന് അനുമതി നേടേണ്ടത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാകും. പിന്നെ നാം രാജാക്കന്മാരായതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ പക്ഷിയെപ്പോലെ മരത്തിലിരുന്നു കൊണ്ടും പറക്കുന്നതിനിടയുമൊക്കെ നിങ്ങൾക്ക് ശത്രുവിനെ നിരീക്ഷിക്കുവാൻ കഴിയുമോ? ഇല്ലല്ലോ. ഓ, അത് സത്യമാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മന്ത്രിയുടെ ഉത്തരവില്ലാതെ ഞങ്ങൾ ഒരു തീരുമാനവും എടുക്കില്ല. സർ, എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. ദയവായി ഈ കാടിന്റെ പ്രസിഡന്റ് ആവുക. നിങ്ങളെപ്പോലെ ഒരാളെ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയില്ല. 3 സിംഹങ്ങളും അക്കാര്യം അംഗീകരിക്കുന്നു. അതെ 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 അതെ. ശരി, നീ ഒരുപാട് നിർബന്ധിച്ചാൽ പറ്റില്ല എന്ന് പറയുവാൻ എനിക്ക് പറ്റില്ല. ഞാൻ എപ്പോഴും ഈ കാടിന്റെ പ്രസിഡന്റാണ്. അങ്ങനെ ഗോങ്കു ആ കാടിന്റെ നേതാവായി മാറുന്നു. ഗോങ്കുവിന്റെ ഭരണത്തിന് കീഴിൽ എല്ലാവരും സന്തുഷ്ടരും സമാധാനമുള്ളവരുമാണ്. ഈ 3 വിഡ്ഢികളായ സിംഹങ്ങളും തങ്ങളാണ് അടിമകളെന്ന് സ്വയം അറിയാതെ അവർക്കായി പ്രവർത്തിക്കുന്നു.